മനുഷ്യനുള്ള കാലത്തോളം കഥകളുമുണ്ട്. കുഞ്ഞുങ്ങളായിരിക്കെ ഉമ്മൂമ്മമാരിൽ നിന്നും കഥകൾ കേട്ട് ഉണ്ടും ഉറങ്ങിയും വളരുന്ന ബാല്യം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ കഥകളിലും ഒരു ഗുണപാഠമുണ്ട്. ബദർ ഇതിഹാസങ്ങളുടെ രണഭൂമി, ആയുധങ്ങൾ ഊങ്ങാം ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിൽ ചിൽ ചിൽ. ഇരു സൈന്യവും തയ്യാറായി കഴിഞ്ഞു. ഇരു സൈന്യം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് മുസ്ലിം സൈന്യവും മറുവശത്ത് അമുസ്ലിം സൈന്യവും. മുസ്ലിം സൈന്യത്തിന് നേതാവാരാ? അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്ത് ചെയ്തെന്നോ, എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി. അണികളുടെ സൊഫ് ശരിയാക്കി. അപ്പോൾ അണികളുടെ സൊഫ് ശരിയാക്കാനുള്ള സമയമായിരുന്നു അത്. എല്ലാവരും സൊഫ് ശരിയായി നിന്നു. പക്ഷേ ഒരാൾ മാത്രം സൊഫ് തെറ്റിച്ചു നിന്നു. നബി നോക്കി, ആരാണത്? അപ്പോൾ കണ്ടതോ നമ്മുടെ സവാദ് റളിയല്ലാഹു അൻഹു. നബി എന്ത് ചെയ്തെന്നോ, വടിയെടുത്ത് സവാദ് റളിയല്ലാഹു അൻഹു ഉദരത്തിൽ ഒറ്റത്തട്ട്. അപ്പോൾ എന്നിട്ട് സഫ് ശരിയാൽ നിൽക്കാൻ കൽപ്പിച്ചു. സവാദ് റളിയല്ലാഹു അൻഹു അല്പം വേദനിച്ചു. സവാദ് റളിയല്ലാഹു അൻഹു വിഷമത്തോടെ പറഞ്ഞു, നബിയെ, അങ്ങ് എൻ്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എനിക്ക് വല്ലാതെ വേദനിച്ചു. അതുകൊണ്ട് അങ്ങേക്ക് പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ എനിക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യണം. എന്ത്? നബിയോട് പ്രതികാരം ചെയ്യാനോ? സഹാബികൾ ഉത്കണ്ഠരായി. സവാദ് റളിയല്ലാഹു അൻഹു അപ്പം പരാതി. നബിയെ, അങ്ങൻ്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ഉദരത്തിൽ വസ്ത്രമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ അങ്ങയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കണം. എന്ത്? നബിയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കാനോ? സഹാബികളുടെ മുഖം ചുവന്നു തൊടുത്തു. കൂട്ടത്തിൽ കേമനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു കൈകൾ വാളിലേക്ക് കുതിച്ചു. അപ്പോൾ നമ്മുടെ ശാന്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കി. അപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു സ്വയം പറഞ്ഞു, നാദാ, ഞാൻ എന്തൊരു പാപിയാണ്, നബിയോട് എനിക്ക് പ്രതികാരം ചെയ്യാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് നബിയെ കെട്ടിപ്പിടിച്ച് ചുംബനത്തോടെ ചുംബനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സമാദ്, നീ എന്താണ് ഈ കാണിക്കുന്നത്? നബിയെ, അങ്ങയെ ചുംബിക്കാനോ മറ്റെന്തെങ്കിലും ഉപകാരം ചെയ്യാനോ എനിക്ക് അവസരം കിട്ടാറില്ല. അതുകൊണ്ട് ചെയ്തതാണ് നബിയെ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും മേൽപോട്ട് ഉയർത്തി സവാദ് റളിയല്ലാഹു അൻഹു വേണ്ടി പ്രാർത്ഥിച്ചു. ഈ രംഗം കണ്ട് സഹാബികൾ എല്ലാവരും ശാന്തരായി. നോക്കൂ കൂട്ടുകാരെ, സഹാബികൾ എത്രമാത്രം നബിയെ സ്നേഹിക്കുന്നു. അതുപോലെ നമുക്ക് നമ്മുടെ മുത്ത് നബിയെ സ്നേഹിക്കാം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. താങ്ക് യു.